വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്നൊരു ചുക്കാപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇത് നല്ലൊരു ചുക്കാപ്പിയാണ്. നമുക്ക് ചുമ, തുമ്മൽ, ജലദോഷം, അതേപോലെ തന്നെ തൊണ്ടവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ എൻ്റെ സൗണ്ട് പോയ സമയത്താണ് ഞാൻ ഇങ്ങനെ ചുക്കാപ്പി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അന്നിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ചുക്കാപ്പിയുടെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ല റിസൾട്ടാണ് ഈ ഒരു ചുക്കാപ്പി കിട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ സൗണ്ട് നന്നായിട്ട് കുറഞ്ഞ സമയത്ത് ഇത് കുടിച്ചതായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ സൗണ്ടൊക്കെ റെഡിയായി കിട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-15 ചെറിയുള്ളി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി തുളസി ഇട്ട് കൊടുക്കാം. നമ്മളതിൽ കൃഷ്ണ തുളസി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാട്ടു തുളസി എന്നും പറയും. പിന്നെ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ചുക്കില്ലെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് ഒരു 2.5-3 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ള കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സ്പൂണ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് കുറുകി വരുന്നവരെ കുറച്ച് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചുക്കാപ്പി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ആക്കാം. എന്നിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മൾ ഇത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേശ്ശായിട്ട് കുടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ദിവസം തന്നെ കുറേശ്ശെ നമുക്ക് കുടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് പോയതും ചുമ ഒക്കെ പോയി കിട്ടാൻ നല്ലൊരു ചുക്കാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.